ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. പ്രിയപ്പെട്ട പഠിതാക്കളെ, നമ്മുടെ എക്സാം വളരെ അടുത്തെത്തിയിട്ടുണ്ട്. സമയത്തെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധ്യമാകുന്നില്ല എന്നതുകൊണ്ട് തുടർച്ചയായി ക്ലാസ്സുകൾ ചെയ്യാൻ സാധിക്കാതെ പോവുകയാണ്. ഇന്ന് നമ്മൾ പറയുന്നത് ചെറുതായി വിശദീകരിച്ചു പോകുന്നത് 5-ാമത്തെ ബ്ലോക്കാണ്. ഇൻഷാ അല്ലാഹ് മറ്റ് ഭാഗങ്ങളിലെയും അതിലെ ബ്രീഫായിട്ട് പറഞ്ഞിട്ടുള്ള ആ ഭാഗമുണ്ടല്ലോ, റീക്യാപ്പ്, പിന്നെ ചോദ്യോത്തരങ്ങൾ, ആ ഭാഗമൊക്കെ ഒന്ന് വിശദീകരിച്ച് നമുക്ക് പോകാം എന്ന് വിചാരിക്കുകയാണ്. വാക്കായി വേർഡ് ബൈ വേർഡായിട്ടുള്ള വിശദീകരണങ്ങളില്ല. മനസ്സിലാവുന്ന വിധത്തിൽ ഒന്ന് വേഗത്തിൽ വിശദീകരിച്ച് വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. പാഠസംബന്ധിയായി എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. 5-ാമത്തെ ബ്ലോക്കിലെ ആധുനിക അറബി കവിതകൾ, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിലെ PDF-ലെ അതിൻ്റെ അതിൻ്റെ അടുത്ത പേജിൽ കാണാം, ഖസായിസു ശഅരിൽ അറബിയിൽ ഹദീസ്, ആധുനിക അറബി കവിതയുടെ പ്രത്യേകതകൾ എന്ന ഭാഗം ഒന്ന് വായിക്കാം. التنبيه في استخدام الأساليب البلاغية في القصيدة الواحدة. ഒരേ കവിതയിൽ തന്നെ അലങ്കാര ശൈലികൾ ഉപയോഗിക്കുന്നതിലെ വൈവിധ്യം. التنبيه വൈവിധ്യം, വ്യത്യസ്ത തരത്തിലുള്ള ശൈലികൾ. في استخدام الأساليب البلاغية, അലങ്കാര ശൈലികളെ ഉപയോഗിക്കുന്നതിലുള്ള വൈവിധ്യം. ഫിൽ ഖസീദത്തിൽ വാഹിദ, ഒരേ കവിതയിൽ തന്നെ വ്യത്യസ്ത ശൈലികൾ ഉപയോഗിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ ഒരു പോയിന്റ്, ഇഖ്തിഫാഉ ശഅരിൽ ഫഖരി ബിദ്ദാതി വൽ അശീറതി. നമ്മൾ പുതിയ ആധുനിക കാലത്തെ കവിതകളെ കുറിച്ചാണല്ലോ പറയുന്നത്. അതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇഖ്തിഫാഉ ശഅരിൽ ഫഖരി ബിദ്ദാതി വൽ അശീറതി, വ്യക്തികളെക്കുറിച്ചും കുടുംബങ്ങളെക്കുറിച്ചും ഫഖർ പറയാം, പൊങ്ങച്ചം പറയുന്ന കവിതകൾ അതില്ലാതായിപ്പോയി എന്നതാണ്. അല്ലദി, എങ്ങനെയുള്ള ഷിഅറുൽ ഫഖറാണ്, തമയ്യസ ബിഹി ശാഇറുൽ ഖദീം, പുരാതന കവികൾ വേറിട്ട് നിന്നത് തന്നെ ഇതുകൊണ്ടാണ്. പുരാതന കവികൾ സവിശേഷമായി നിന്നു, അല്ലെങ്കിൽ വേറിട്ട് നിന്നു ഈ തരം കവിതകളെ കൊണ്ട്. അതായത് പുരാതന കവികളിൽ, പഴയകാല കവികളിൽ അവരുടെ ഗോത്രത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് വ്യക്തിപരമായുള്ള ഫഖർ, പൊങ്ങച്ചം പറയൽ, അല്ലെങ്കിൽ അഭിമാനം പറയൽ, പുകഴ്ത്തി പറയലൊക്കെ ഉണ്ടായിരുന്നു. അത് ഇഖ്തിഫാ, മറഞ്ഞു പോയിരിക്കുന്നു, അതില്ലാതായി പോയിരിക്കുന്നു പുതിയ കവിതയിൽ. അടുത്ത പോയിന്റ്, വളുഹൂറു ഇത്തിജാഹാത്തിൻ ജദീദത്തിൻ, പുതിയ പ്രവണതകൾ. ഫിൽ ഖസീദത്തിൽ അറബിയ, അറബി ഖസീദയിലെ പുതിയ പ്രവണതകൾ വന്നിട്ടുണ്ട്. ഏതുപോലെ? മിസ്ല ഇത്തിജാഹി സിയാസി, രാഷ്ട്രീയ പ്രവണത, വൽ ഖൗമി, ജനകീയ, വൽ ഇത്തിജാഹിൽ ഇൻസാനി, മാനവികമായ പ്രവണത, വൽ ഇസ്ലാമി, ഇസ്ലാമികമായ പ്രവണത, വൽ വത്തനി, ദേശീയമായ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രവണതകൾ ലാഹിറായി പ്രത്യക്ഷപ്പെട്ടു പുതിയ കവിതയിൽ, അല്ലെങ്കിൽ ആധുനിക കാലത്തെ അറബി കവിതയിൽ. സിയാദത്തുൽ ഖയാലി വത്തസവ്വുറാത്തി വൽ അസാലിബി, ശൈലികൾ, ചിത്രീകരണങ്ങൾ, ഭാവനകൾ, ഇവയുടെ വർധനവ്. 4-ാമത്തെ പോയിന്റ്, കസ്റത്തു ഇസ്തിഖ്ദാമിൽ ഉസ്ലൂബി സാഖിരി ഫി തർഹിൽ ഫിക്ര, ആശയങ്ങളെ പ്രസന്റ് ചെയ്യുന്നതിൽ, തർഹ് എന്ന് പറഞ്ഞാൽ പ്രസന്റേഷൻ, അവതരിപ്പിക്കുന്നതിൽ പരിഹാസ ശൈലികളുടെ ഉപയോഗത്തിന്റെ വർധനവ്. അപ്പൊ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു തരം, നമ്മൾ ട്രോൾ വർദ്ധിച്ചതായിട്ട് കാണുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള, അപ്പോ പരിഹാസ ശൈലികളുടെ ഉപയോഗത്തിന്റെ വർധനവ്. അടുത്ത പോയിന്റ്, അദ്മുൽ ഇൽത്തിസാമി ബിൽ ഖാഫിയ, ഖാഫിയ അനിവാര്യമാണ് എന്നത് ഇല്ലാതിരിക്കൽ. അതായത് കവിതകൾ പ്രാസമൊപ്പിച്ചതായിരിക്കണം എന്ന ഒരു അനിവാര്യമായിട്ടുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, അതില്ല. അദമുൽ ഇൽത്തിസാം, ആ അനിവാര്യത ഇല്ല, ആ നിർബന്ധമൊന്നുമില്ല. ഖാഫിയകൾ ഉണ്ടാവണം എന്ന നിർബന്ധമൊന്നുമില്ല. ഏതില്? പുതിയ ഷിഅറുൽ ഹദീസിൽ, ഷിഅറുൽ അറബിയിൽ ഹദീസ്, പുതിയ അറബി കവിതകളിൽ, ആധുനിക കാലത്തെ. അപ്പോ ഖാഫിയകളുടെ നിർബന്ധമായിട്ടുണ്ടാകണം എന്നതില്ല.
വൽ ഖുറൂജു അൻ ശക്ലിൽ മുഅ്താദി അലൈഹി ഫി ബിനാഇൽ ഖസീദ, ഒരു ഖസീദയെ നിർമ്മിക്കുന്നതിന്റെ മേൽ സാധാരണയുള്ള ശൈലിയിൽ നിന്ന് പുറത്തു കടക്കുക, സാധാരണയുള്ള രൂപത്തിൽ നിന്ന് പുറത്തു കടക്കുക. അപ്പോൾ ഒരു കവിത ഉണ്ടാക്കുമ്പോൾ ഉണ്ടായിരുന്ന പതിവായി ചെയ്തിരുന്ന പതിവ് രീതി അതിനെ തൊട്ട് പുറത്തു പോയിരിക്കുന്നു പുതിയ കവിത. ഇത് അറബി കവിതയിൽ മാത്രമല്ല, നമ്മൾ മലയാളം എന്നല്ല, വ്യത്യസ്ത ഭാഷാ കവിതകളിലും പാട്ടുകളിലും ഒക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ അതായത് ഒരു സ്വതന്ത്ര കവിതകൾ എന്ന് പറയാം, ആ രീതിയിലാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന പുതിയ പുതിയ കവിതകളൊക്കെ. എനിവേ, വനശഅ ഫി ഹാദൽ അസ്രി, ഈ കാലഘട്ടത്തിൽ വളർന്നു വന്നു അശ്ശിറുൽ ഹുർ, സ്വതന്ത്ര കവിത, അല്ലെങ്കിൽ ഷിഅ്റു തഫ്ഈല. അത് ജസ്റ്റ് അങ്ങനെ പഠിച്ചാൽ മതി. അത് നമ്മൾ കവിതകളുടെ ബഹറിനെ കുറിച്ചൊക്കെ, ഷിഅറിന്റെ ബഹറിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. ഇതിലതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും ഇപ്പോൾ വേണ്ട. അപ്പോൾ സ്വതന്ത്ര കവിതകൾ അല്ലെങ്കിൽ ഷിഅ്റു തഫ്ഈല വളർന്നു വന്നു. ഇനി പറയാൻ പോകുന്ന വരിയിലുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആധുനിക കവിതയിൽ പുതിയ ചില സംഗതികളുണ്ട്, പഴയ കവിതയിൽ നിലനിർത്തി പോകുന്ന രീതികളും ഒക്കെ ഉണ്ട് എന്ന് പറയാം. ഹുനാക്, അവിടെയുണ്ട് അൽ മൗദൂഅത്തു തഖ്ലീദിയ അൽ മുതവാറസ, പാരമ്പര്യമായിട്ടുള്ള പല വിഷയങ്ങളും. അതായത് കൽ മദ്ഹി, പ്രശംസിച്ചു പറയൽ, ഹിജാ, പരിഹസിച്ചു പറയൽ, വൽ മറാഫി, അനുശോചന ഗീതങ്ങൾ, വൽ വസ്ഫി, വർണ്ണനകൾ, പ്രേമം, ഹമാസിയാത്ത്, ഹമാസിയാത്ത് പറഞ്ഞാൽ വീരശൂരത്വത്തൊക്കെ പറ്റിയിട്ടുള്ള കവിതകളുണ്ടല്ലോ അത്. വൽ ഫഖ്രി, ഫഖറിന്റെ പൊങ്ങച്ചം അല്ലെങ്കിൽ അഭിമാനം പറയൽ, ആ തരത്തിലുള്ള കവിതകൾ. ഇലാ ജാനിബി അൻവാ അശ്ശിഅരിൽ ഹദീസ് അൽ മുതഅദ്ദിദതി, ഇപ്പോ നമ്മൾ പറഞ്ഞ പ്രശംസ, പരിഹാസം, പിന്നെ റസാ, അനുശോചന ഗീതങ്ങൾ, അതുപോലെ വർണ്ണനകൾ, പ്രേമം, വീരത്വത്തെ പറ്റിയുള്ള കവിതകൾ, ഫഖറിന്റെ കവിതകൾ, ഇതൊക്കെ ഉള്ളതിനോട് കൂടെ തന്നെ എണ്ണമറ്റ പുതിയ ഇനങ്ങളുമുണ്ട്. ഇലാ ജാനിബി അൻവാ അശ്ശിഅരിൽ ഹദീസിൽ മുതഅദ്ദിദ, എണ്ണമറ്റ പുതിയ കവിതയുടെ ഇനങ്ങളും അതോടൊപ്പമുണ്ട്. അത് ഏതൊക്കെ പോലെ, കൽ ഹനീനി ഇലൽ വത്തൻ, ഹനീൻ ഇലൽ വത്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൃഹാതുരത്വം എന്നൊക്കെ പറയുന്ന പോലെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ, അതായത് പ്രവാസിയായി തീരുമ്പോൾ നമ്മളെ സ്വന്തം നാടിനെ ചിന്തകളൊക്കെ ഒരു ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, നമ്മൾ ഗൃഹാതുരത്വം ഫീൽ ചെയ്യാന്നറിയാലോ എന്നതുപോലെ. അപ്പോൾ അതാണ് ഹനീൻ ഇലൽ വത്തൻ എന്ന് പറഞ്ഞാൽ. ആ തരത്തിലുള്ള കവിതകൾ, വശ്ശഅരിൽ ഇജ്തിമാഇ, സാമൂഹിക കവിതകൾ, വൽ ഫൽസഫി, തത്വചിന്താപരമായ കവിതകൾ, വൽ അനാശീദിൽ വത്തനിയ, ദേശീയ ഗാനങ്ങൾ. അശ്ശാഇറുൽ ഹദീസ്, ആധുനിക കവി, മസ്ലൂബുൻ ഇലാ ഉമ്മത്തിഹി, തന്റെ ജനതയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. മുന്തമിജും ബിഹ, തന്റെ ജനതയിൽ ലയിച്ചു നിൽക്കുന്ന ഒരാളുമാണ്, അലിഞ്ഞു ചേർന്ന എന്ന് പറയാം. യുഷാരിക്കു ഫി ആലാമിഹ, അവരുടെ വേദനകളിൽ അയാൾ പങ്കുചേരുന്നു. വ അഫ്രാഹിഹ, അവരുടെ ഫർഹകളിലും സന്തോഷങ്ങളിലും അയാൾ പങ്കുചേരുന്നു. ആ വിധം തന്റെ ജനതയോട് ചേർന്ന് നിൽക്കുന്നവനാണ് ആധുനിക കവി. ഖദ് ജമഅൽ അസ്റുൽ ഹദീസ് അൽ അസാലിബ് അശ്ശഅരിയ അസ്സാബിഖ, ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആധുനിക കവിതകൾ ഖദ് ജമഅ, ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു, അൽ അസ്റുൽ ഹദീസ്, പുതിയ കാലം ഒരുമിച്ച് കൂട്ടി. എന്തിനെ? അൽ അസാലിബ് അശ്ശഅരിയ അസ്സാബിഖ, പഴയ അല്ലെങ്കിൽ മുൻകഴിഞ്ഞു പോയ കവിതകളുടെ ശൈലികളെയും, വൽ ഇൽതിസാമ ഫിൽ ഖാഫിയ വൽ വസ്ൻ, വസ്ൻ, ഖാഫിയ, പ്രാസം, താളം എന്നിവയുടെ അനിവാര്യതയെയും അല്ലെങ്കിൽ എന്നിവയെയും, ഖാഫിയ, വസ്ൻ, ഇതിനെയും, പിന്നെ അതുപോലെ എന്താണ് മുൻ കടന്നുപോയ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കവിതയിലെ പഴയകാല കവിതയുടെ ശൈലികളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് ഈ പുതിയ കാലത്തെ കവിതകൾ. വഹാദ ഇൽ അജാനിബി അശ്ശിഅരിൽ ഹുർ, അതുകൂടാതെ സ്വതന്ത്ര കവിതകളെയും. അപ്പോൾ ഈ പുതിയ കാലത്തെ കവിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കാലത്തെ കവിതകളുടെ ശൈലികളെയും, കാഫിയകൾ, വസ്നുകളൊക്കെ ഉള്ള, താളമുള്ള, പ്രാസമുള്ള, റൈംസ് ഉള്ള, അതോടൊപ്പം സ്വതന്ത്ര കവിതകളെയും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. വശാഇറുൽ ഹദീസ്, ആധുനിക കവി
പഴയ കാലത്തെ കവികളെ പോലെ വെറും പാട്ട് പാടി നടക്കുക, അല്ലെങ്കിൽ കവിത ഒരു ജോലിയായിട്ട് കൊണ്ടുനടക്കുക എന്ന വിധമല്ല പുതിയ കവികളുള്ളത്. വശാഇറുൽ ഹദീസ്, പുതിയ കവി എന്ന് പറഞ്ഞാൽ ലഹു അയാൾക്കുണ്ട് മിഹ്നത്തുൽ ഖാസ, അയാളുടെ പ്രത്യേകമായിട്ടുള്ള തൊഴിൽ ജോലി അയാൾക്കുണ്ട്. ഇലാ ജാനിബി ഷിഅർ, കവിതയോടൊപ്പം അയാളുടെ സ്വന്തം തൊഴിൽ അയാൾക്കുണ്ട്. വലഖദ് ഗാബ അനിൽ വുജൂദി ഷാഇറുൽ ബിലാത്ത്, ഷാഇറുൽ ബിലാത്ത് എന്ന് പറഞ്ഞാൽ ഈ എന്താണ് പറയാ, റോയൽ പാലസുകളിലൊക്കെ ഉള്ള കവി, നമ്മൾ കൊട്ടാരം കവികൾ എന്ന് പറയില്ലേ അത്. വശാഇറുൽ ഉമറാ, പ്രധാനികളുടെ നേതാക്കന്മാരുടെ ഒക്കെ കവികൾ. ആ തസ്തികകളൊക്കെ ഇല്ലാതായി പോയിട്ടുണ്ട്, അതൊക്കെ മറഞ്ഞു പോയിട്ടുണ്ട്.